ധന്യമായ ഈ ചടങ്ങിന് സാരഥ്യം വഹിച്ച കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ അവർ, മക്കട ബസ്റ്റി ALP സ്കൂളിൻ്റെ വാർഷികാഘോഷവും ഇവിടുത്തെ പ്രധാന അധ്യാപികയുമായിട്ടുള്ള അനിത ടീച്ചർക്കുള്ള യാത്രയപ്പും ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള സംസ്ഥാന വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അവർ, ഈ ചടങ്ങിൽ ആശംസ നിർവഹിച്ച് സംസാരിച്ചിട്ടുള്ള കക്കോടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി മല്ലിക പുലത്ത്, ആശംസകൾ സംസാരിച്ചിട്ടുള്ള KK ചോയ്ക്കുട്ടി അവർ സ്കൂളിൻ്റെ മാനേജറാണ്. അതേപോലെ തന്നെ ഡയസിലിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ള ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ധന്യമായ ഒരു കലാവിരുന്നിന് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഉള്ളതെന്നല്ലേ. ഇവിടെ കൂട്ടിയിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മനസ്സിലേക്ക് അവർ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും തിരിഞ്ഞു പോക്കുമ്പോൾ മനസ്സിലാകും ഈ ഗ്രാമത്തിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ, ഈ നാട്ടിൻ്റെ മനസ്സിനെ കീഴടക്കുകയും ഈ നാട്ടിൻ്റെ സ്നേഹോപഹാരങ്ങളെല്ലാം തന്നെ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അനിത ടീച്ചർ. ചുണ്ടുവിരലിൽ ഈ പ്രദേശത്തിൻ്റെ സ്നേഹമുദ്ര ഏറ്റുവാങ്ങുമ്പോൾ ഒരുപക്ഷെ ഒരു ജീവനക്കാരനും കിട്ടാത്ത അപൂർവമായിട്ടുള്ള ഒരു ബഹുമതിയാണ് അവർ ഈ നാട്ടിൽ നിന്ന് പോകുമ്പോൾ കിട്ടുന്നത്. അതൊരു പക്ഷേ അത് സ്വയം അധ്വാനിച്ച് നാട്ടിൻ്റെ ആളുകളുടെ മനസ്സറിഞ്ഞ് മാനേജ്മെൻറ്റിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ഹൃദയം തൊട്ടറിഞ്ഞ് നമ്മുടെ രക്ഷിതാക്കളുടെ മനസ്സ് കീഴടക്കിയത് കൊണ്ടാണ് ഇന്നിവിടെ കണ്ടിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഈ ചടങ്ങിന് നമുക്കെല്ലാം സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എനിക്കറിയാം. ഈ സ്ഥാപനം അവരെ സംബന്ധിച്ചൊരു ലഹരിയായിരുന്നു. ഈ സ്ഥാപനം വളർത്തിക്കൊണ്ടുവന്നതിൽ അവർക്കുള്ള നിർണായകമായ പങ്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ സ്ഥാപനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സമയത്ത് മാനേജ്മെൻറ്റിൻ്റെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയായിരുന്നു അവരിവിടെ നൽകിയിരുന്നത്. സ്വന്തം പണം കൊടുത്ത് ക്ലാസ് മുറികൾ ടൈലിടുക, കമ്പ്യൂട്ടർവൽക്കരണം നടത്തുക, ഓഫീസ് താൻ പോയാലും മനോഹരമായിട്ടുള്ളൊരു ഓഫീസായി നിലക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുക. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ വ്യക്തിത്വങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. എന്നാൽ അത്തരം വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു നമ്മുടെ അനിത ടീച്ചർ എന്നുള്ള മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. ഈ നാട്ടിൻ്റെ സ്നേഹോപഹാരങ്ങളെല്ലാം തന്നെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ സഹോദരി അനിത ടീച്ചർ വളരെ ഭാഗ്യവതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഭാഗ്യം ഒരു നക്ഷത്രം, അരുന്ധതി നക്ഷത്രം പോലെ എല്ലാവരുടെ മനസ്സിലും അത് തിളങ്ങിക്കൊണ്ടിരിക്കും. ആ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമുണ്ടാവുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സർവ്വവിധ ആശംസകളും തുടർന്നുള്ള ജീവിതത്തിൽ ആയുരാരോഗ്യങ്ങൾക്ക് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഈ ചടങ്ങിന് ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഒരു പ്രതിനിധി എന്ന
സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നു ശ്രീ നെടുഞ്ഞാലിൽ ബാലകൃഷ്ണൻ അവർകൾ. നിറഞ്ഞ സ്വാഗതം പറഞ്ഞ സി.കെ. ബിന്ദു ടീച്ചർ, അധ്യക്ഷ ഷീബ, കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എം.എൽ.എയും വനം വകുപ്പ് മന്ത്രിയുമായ എ.കെ. ശശീന്ദ്രൻ, ആശംസാ പ്രസംഗം നടത്തിയ ശ്രീമതി മല്ലിക പിണത്തിൽ, തദ്ദേശ സ്വയംഭരണ കക്കോടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ചോയ്ക്കുട്ടി അവർകൾ, മാനേജർ കെ.പി. മജീൽ, സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി എന്നിവർക്ക് ആദ്യമായി ആശംസ അർപ്പിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ഒരു മഹാസംഭവമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെ എൻ്റെ അടക്കമുള്ള പൂർവ്വ വിദ്യാലയത്തിൽ ഇത്തരമൊരു ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ അനിത ടീച്ചർ 35 വർഷം കാലം മുന്നേ ഇവിടെ പിന്തുടർന്നപ്പോഴും ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളും എല്ലാ മക്കളും നേരിട്ട് അറിയാവുന്നതും അവരുടെ വീടുകളിൽ പല വിവരങ്ങൾ ചോദിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. ഇവരുടെ ഈ യാത്രയപ്പ് വളരെ സന്തോഷകരമായ രീതിയിൽ ഇവിടെ നടത്താൻ ശ്രമിച്ച മാനേജിംഗ് കമ്മിറ്റി അവർക്കും ഇതുപോലെ മറ്റ് രക്ഷിതാക്കൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നു ശ്രീ M.T. പ്രേമൻ അവർകൾ. ഈ ചടങ്ങിൻ്റെ ബഹുമാനിയായ അധ്യക്ഷ കെ.പി. ശിവ അവർകൾ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അവർകൾ, ഈ സ്കൂളിൻ്റെ ഉന്നതിക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാനേജർ കെ ചോയ്ക്കുട്ടേട്ടൻ, മജീദ് ഖാൻ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ, ഏതാണ്ട് ഒരു 10-50 വർഷക്കാലം മുമ്പ് ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. ഈ സ്കൂളിൻ്റെ അങ്കണങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വിശപ്പിൻ്റെ വിളിയേറ്റിയിരുന്ന എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ അമേരിക്കക്കാരോട് അല്പം സ്നേഹം തോന്നിപ്പോകുന്ന അമേരിക്കൻ ഉപ്പുമാവ്, മഞ്ഞ നിറത്തിലുള്ള അമേരിക്കൻ ഉപ്പുമാവിൻ്റെ മണമായിരുന്നു ഈ അങ്കണത്തിലുണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം, ഇന്ന് അതൊക്കെ മാറി നമ്മുടെ അങ്കണവാടികളിൽ പോലും ബിരിയാണി വേണമെന്ന് കുട്ടികൾ പറയുമ്പോൾ ബിരിയാണി വിളമ്പി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നാട്ടിലാകമാനം വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിദ്യാകിരണം പദ്ധതിയിലൂടെയൊക്കെ കുട്ടികളെ വലിയ മാറ്റത്തിലേക്കുള്ള ഒരു കാര്യം ഇന്ന് സംസ്ഥാനത്താകെ നടക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ കരിക്കുലം 2 രീതിയിലുള്ള മാറ്റം നടക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിൽ ശാസ്ത്രാവബോധമുള്ള ഒരു ജനതയെ, ശാസ്ത്രവും യുക്തിയുമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം സംസ്ഥാനത്തുടനീളം നടക്കുമ്പോൾ, മറ്റൊരു കരിക്കുലം നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ചില ചിന്തകളെ, മിത്തുകളെയൊക്കെ യുക്തിയാണെന്നും ശാസ്ത്രമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു കാലം കൂടിയാണ്. ഈ റൈറ്റ് സഹോദരന്മാർക്ക് മുമ്പ് തന്നെ വിമാനം കണ്ടുപിടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് സത്യം എന്നതുപോലെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് അനിത ടീച്ചറെ പോലുള്ള ടീച്ചർമാരുടെ പ്രായോഗികമായ ബുദ്ധിയും അവരുടെ ചില ചിന്തകളും നമ്മളെയൊക്കെ ഇന്ന് നിറവയിലേക്ക് നയിക്കുന്നതിന് പര്യാപ്തമാക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ടീച്ചർ നമുക്കറിയാം, ശാസ്ത്രബോധത്തിലും യുക്തിചിന്തയിലും അധിഷ്ഠിതമായ ഒരു യുവതയെ, ഒരു ജനതയെ
ഒരു വിദ്യാസമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള അഹോരാത്രമായ പ്രവർത്തനം ഈ ചെറുകുളം മേഖലയിൽ നടത്തുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയധികം ആദരവുകൾ ഏറ്റുവാങ്ങുന്ന ഒരു ടീച്ചറായി നമ്മുടെ പരിസരത്ത് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചറോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പുരോഗമനാശയങ്ങളുടെ ചിന്തകളും പുരോഗമനപരമായ കാര്യങ്ങളും നവോത്ഥാന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മണ്ണിനെ മാറ്റിമറക്കാൻ ഓരോ അധ്യാപകനും പ്രയത്നിച്ചത് കൊണ്ടാണ് നാം ഇന്ന് നമുക്കറിയാം നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനത ഇന്ന് എത്ര ആഹ്ലാദത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് സംസ്ഥാനത്തിലേക്ക് നോക്കിയാൽ ഇത്രയേറെ മതേതരത്വ സ്വഭാവമുള്ള ഒരു സദസ്സിനെ നമുക്ക് കാണാൻ കഴിയും. അത്തരം ഒരു സദസ്സിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ അതീവ ജാഗ്രതയോടുകൂടി ടീച്ചർ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മക്കട ALP സ്കൂളിൻ്റെ വാർഷികത്തിനും ടീച്ചർ 35 വർഷത്തിലധികം സേവനം നടത്തിയ ടീച്ചർക്ക് എല്ലാ ആയുരാരോഗ്യങ്ങളും നേർന്നുകൊണ്ട് മക്കട വെസ്റ്റ് സ്കൂൾ CPIM-ൻ്റെ ബ്രാഞ്ചിന് വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ സലാം. പ്രിയമുള്ള ഉദ്ഘാടകൻ ശ്രീമാൻ AK ശശീന്ദ്രൻ അവർ, നമ്മുടെ അധ്യക്ഷ ശ്രീമതി KP ഷീബ, കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മാനേജിംഗ് കമ്മിറ്റി മാനേജർ ശ്രീ KK ചോയ്ക്കുട്ടി, സ്വാഗതം പറഞ്ഞ CK ബിന്ദു ടീച്ചർ, സദസ്സിലുള്ള മറ്റു വ്യക്തിത്വങ്ങളെ, വേദിയിലുള്ള വ്യക്തികളെ, സദസ്സിലുള്ള രക്ഷിതാക്കളെ, ഞാൻ 1959 മുതൽ 62 വരെ ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇന്ന് ഈ സ്കൂളിലേക്ക് ഒരു റിട്ടയർമെൻറ്റ് പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ അതിയായ സന്തോഷമുള്ളൊരു ആളാണ്. നമ്മുടെ ഈ പ്രദേശത്തിന് ഒരുപാട് മഹത്വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത ഈ മക്കട വെസ്റ്റ് LP സ്കൂൾ ഒരു കാലത്ത് വളരെ ശോചനീയമായ ബിൽഡിങ്ങുകളും മറ്റും നിറഞ്ഞ ഒരു കാലഘട്ടങ്ങളാണ് അന്ന് ഞങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണൻ മാസ്റ്റർ, അധ്യാപകൻ മുഹമ്മദ് മാസ്റ്റർ, നാരായണ ടീച്ചർ, മറ്റു പല ടീച്ചർമാരും ഈ സ്കൂളിന് വേണ്ടി നല്ലവണ്ണം പ്രവർത്തിച്ചു. എന്നിരുന്നാലും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ മാനേജ്മെൻറ്റിന് കീഴിൽ വന്നതിന് ശേഷം നല്ലൊരു നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുക. അതേപോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത ടീച്ചർമാരെ, അധ്യാപകന്മാരെ എല്ലാം ഞാൻ ബഹുമാനപുരസ്സരം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച അനിത ടീച്ചർ 35 വർഷമായി ഈ സ്കൂളിൽ സേവനമർപ്പിക്കുന്നു. ഒരുപാട് വിദ്യാർത്ഥികളെയും ഈ പ്രദേശത്തുള്ള ഒരുപാട് കുടുംബങ്ങളെയും നേരിൽ പരിചയപ്പെട്ട ആ ടീച്ചർക്ക് ഇന്ന് നൽകിയ ഉപഹാരങ്ങൾക്കും ഇന്ന് ടീച്ചർ ഇവിടെ വിരമിക്കുമ്പോൾ പോകുന്ന അവരുടെ മാനസിക വിഷമങ്ങളും ഇനിയും നമ്മുടെ ഈ പ്രദേശത്തുകാർക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ ടീച്ചറെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൂടി വിളിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ പഠിപ്പിച്ച ടീച്ചറുടെ കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ച ഇനി അങ്ങോട്ട് വരുന്ന ഓരോ നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന ഓരോ പ്രധാന കാര്യങ്ങളിലും ടീച്ചറെ ഈ പ്രദേശത്തേക്ക് ആകർഷിക്കണമെങ്കിൽ ഒന്നേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. നിങ്ങളുടെ വീടുകളിൽ ഒരു കല്യാണമോ മറ്റു പരിപാടികളോ ഉണ്ടാകുമ്പോൾ നമ്മുടെ അനിത ടീച്ചറെ നിങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കണം. അവർക്ക് ഈ പ്രദേശത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം അത് മാത്രമായിരിക്കും എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഓഫീസിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ പണ്ടത്തെ 3ാം ക്ലാസ് റൂമിലേക്ക് ഇന്ന് കയറിയപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞു, സ്കൂളിൻ്റെ ഓഫീസ് ക്രമീകരിക്കാൻ വേണ്ടി അനിത ടീച്ചർ കയ്യിൽ നിന്ന് പൈസ അടക്കം ചെലവാക്കി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ആ ടീച്ചറെ ബഹുമാനപുരസ്സരം
അഭിനന്ദിക്കുകയാണ്. എനിക്ക് ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിയോട് പറയാനുള്ളത്, ഞാനിന്ന് ആ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പഴയ സ്കൂളല്ല എങ്കിൽ പോലും ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഓഫീസിൻ്റെ സീലിംഗ് തകർന്ന് നടക്കുന്ന ഒരു അവസ്ഥയിലാണ്. എനിക്ക് എൻ്റെ ഇവിടുത്തെ മാനേജരോട് ശ്രീമാൻ ചോദിക്കുട്ടിയോട്, നമ്മളെല്ലാവരും പഠിച്ച സ്കൂളാണ്, അവരൊക്കെ നിൽക്കുമ്പോൾ ആ ഓഫീസ് റൂമിൻ്റെ സീലിംഗ് ഒന്ന് നന്നാക്കി കൊടുക്കണം എന്ന് മാത്രം പറയുകയാണ്. ഇവിടെ സന്നിധരായ എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. ടീച്ചർക്കും എൻ്റെ പേരിലും എൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിലും ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. കൂടാതെ ഇവിടെയുള്ള ബാക്കി അധ്യാപകന്മാരും മുൻകാല അധ്യാപകന്മാരും ചെയ്ത അതേ പാതയിൽ കൂടെ നീങ്ങിക്കൊണ്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഈ നാട്ടുകാരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കാനുള്ള സാഹചര്യം അധ്യാപികമാരും ഉണ്ടാക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സ്കൂളിൽ നിന്ന് വിട്ടുപോയാലും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന മാനസികമായ പല വിഷമങ്ങളിലേക്കും ഇന്നത്തെ വിദ്യാഭ്യാസ നില താറുമാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. വിദ്യാർത്ഥികൾ 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, അവിടുന്ന് മുന്നിലേക്കും പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കുണ്ടാവുന്ന വ്യതിയാനങ്ങളെ ഓരോ അമ്മമാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ വഴിതെറ്റും എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നവർക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കണം. അതേമാതിരി തന്നെ ടീച്ചർമാരും അധ്യാപകന്മാരും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നല്ല നിലയിലേക്ക് എത്തിക്കാനുള്ള സന്മനസ്സും എല്ലാ കാര്യങ്ങളിലും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ ഭാരത്. ഈ മക്കളെ സ്കൂൾ വാർഷികോത്സവത്തിൻ്റെ ഈ മഹനീയ ചടങ്ങിൻ്റെ അധ്യക്ഷ ബഹുമാന്യ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവ മാഡം, അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാ പ്രിയങ്കരനുമായ വനം വകുപ്പ് മന്ത്രിയും നമ്മുടെ പ്രിയങ്കര MLA ബഹുമാന്യ ശശീന്ദ്രൻ അവർ, ഈ യോഗത്തിന് ഈ വാർഷിക പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ബിന്ദു ടീച്ചർ, ആശംസകൾ അർപ്പിച്ച മല്ലികാപുരത്തിൽ സ്കൂൾ മാനേജർ ചോയ്ക്കുട്ടിയേട്ടൻ, KP മജീദ് ക, നെടുഞ്ഞാലി ബാലകൃഷ്ണൻ, MT പ്രേമൻ, കാമ്പറത്ത് പുരുഷോത്തമൻ, MK നാരായണൻ, വിജയലക്ഷ്മി ടീച്ചർ, ഷബന അനിൽ, ഷെറീജ, അരിത ടീച്ചർ, ശ്രീകാന്ത് മാസ്റ്റർ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥിനികളെ, ഈ നിൽക്കുന്ന ഞാൻ ഏകദേശം 73 വയസ്സ് 77 വരെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായി ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കൊക്കെ ഒരു ഓർമ്മ വരുന്നൊരു കാര്യം, ഇതേപോലെ തന്നെ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതേപോലെ തന്നെ അന്നത്തെ മാസ്റ്റർ പിന്നെ മുഹമ്മദ് മാസ്റ്റർ കക്കോടി മുഹമ്മദ് മാസ്റ്റർ യാത്രയപ്പം ഇതേപോലെ വാർഷികോത്സവം ഇവിടെ പരിപാടി നടക്കുക. ആ പരിപാടിയിൽ വെച്ചിട്ട് അന്നത്തെ ഒരു അറബിക് സംഭാഷണത്തിന് വേണ്ടി, അതായത് എൻ്റെ അന്നത്തെ പരിപാടി, ആ പരിപാടി അന്നത്തെ എന്തോ ഒരു സാഹചര്യശാൽ സമയം ലേറ്റ് ആയതുകൊണ്ടോ പരിപാടികൾ കൂടിയോടെ ആ പരിപാടി അന്ന് നടക്കാണ്ട് പോയി. ആ നടക്കാതെ പോയ പരിപാടി ഇന്നേരെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്കൂൾ ജീവിതത്തിൽ പിന്നെ ഒരു സ്റ്റേജിലേക്ക് ഞാനൊരു പരിപാടിക്ക് ഞാൻ കയറിയിട്ടില്ല. അതെന്താ, അന്നത്തെ നമ്മളാരും ആ രീതിയിലുള്ളൊരു അന്നത്തെ ഒരു പ്രയാസമായി പിന്നെ സ്കൂൾ ജീവിതത്തിൽ ഒരു സ്റ്റേജിൽ അത് എൻ്റെ എല്ലാ പരിപാടിക്കും ഒരു സഭാകമ്പം വിടുന്ന കാര്യത്തിൽ അതിൽ വളരെ ഒരു സ്വാധീനിച്ചൊരു കാര്യമാണ്. അതേ രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ അനിത ടീച്ചറെ പറ്റി പറയുകയാണ്. അനിത ടീച്ചറോട് എനിക്ക് വ്യക്തിപരമായ ഒരു കടപ്പാടുണ്ട്. അപ്പോൾ അനിത ടീച്ചർ പ്രത്യേകം വരണം എന്നോട് പറയുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഈ പരിപാടി. അനിത ടീച്ചർ എൻ്റെ 2 മക്കളെ പഠിപ്പിച്ച അനിത ടീച്ചറാണ്. അനിത ടീച്ചർ പഠിപ്പിക്കും മക്കൾ ഇവിടെ പഠിക്കുന്നേരം സ്കൂളിലെ ഏറ്റവും മികച്ച സ്കൂളിൽ ഇതായിട്ട് മികച്ച വിദ്യാർത്ഥികളായിട്ട് രണ്ട് മക്കളും ഇവിടുന്ന് പോയത്.
അതിൽ മൂത്ത മോൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുത്തെ ഒരു വാർഷികോത്സവം ഇതിൻ്റെ അംഗനവാടിൻ്റെ വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വരെയുള്ള ഒരു സന്ദർഭം അവർക്കുണ്ട്. അത് അനിത ടീച്ചറുടെ സ്വാധീനത്തിൽ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധം അനിത ടീച്ചറോട് ഞങ്ങൾക്ക് കുടുംബത്തിലുണ്ട്. എല്ലാ കടമ്പും ഇവിടെ അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ അനിത ടീച്ചറെ പറയുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ വസന്തകാലം തന്നെ ഈ സ്കൂളിൽ 35 വർഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം തന്നെ നമ്മുടെ നാട്ടിലാണ് ചെലവഴിച്ചത്. ആ നന്ദിയും കടപ്പാടും നാട്ടുകാർക്ക് അനിത ടീച്ചറോടൊപ്പം ഉണ്ടാവും. ഇനി ശിഷ്ടകാലവും നമ്മൾ ഈ നാട്ടുകാരെയും അനിത ടീച്ചർ ഓർമ്മയിലുണ്ടാകണം എന്ന് മാത്രം ഉണർത്തി ഈ കലോത്സവത്തിനും ഈ യാത്രയപ്പിനും എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നു ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ. മക്കളെ വെസ്റ്റ് ALP സ്കൂളിൻ്റെ ഈ വാർഷികാഘോഷവും യാത്രയപ്പ് ചടങ്ങുകളും നടക്കുന്നത്. ഈ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച നമ്മളെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP ഷീബ മാഡത്തിനും നമ്മളെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയും MLAയുമായ നമ്മളെ ശ്രീ ശോഭീന്ദ്രൻ സാർ, ശശീന്ദ്രൻ സാർ, പിന്നെ നമ്മളെ സ്വന്തം മെമ്പറായിട്ടുള്ള നമ്മളെ മല്ലിയ പുനത്തിൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുഞ്ഞുങ്ങളെ, ഒരല്പം ഒരു ടെൻഷനൊക്കെ തോന്നുന്നൊരു അവസരമാണ്. കാരണം ഈ യാത്രയ്ക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന സംഭവം. അപ്പോൾ അതൊന്നുകൊണ്ട് മാറ്റി വെച്ചിട്ട് ആദ്യം നമുക്ക് കുറച്ച് ടീച്ചറുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അധികം സംസാരിക്കാൻ പറ്റില്ല, കാരണം കുട്ടികളൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. ടീച്ചറെ കണ്ടിട്ടാണ് ഞാനൊക്കെ സത്യത്തിൽ പുറത്തേക്ക് പുറത്തെടുക്കുക എന്നുള്ളൊരവസരമുണ്ട്. കാരണം ആദ്യ കാലങ്ങളിലൊക്കെ ഞാനൊക്കെ ഇവിടെ നേഴ്സറിയിൽ പഠിപ്പിക്കുമ്പോൾ ജനലും വാതിലൊക്കെ അടച്ചിട്ടിട്ട് ടീച്ചർ എന്താ മക്കളെ ചെയ്യുന്നതെന്നുള്ളൊരു ഇതുണ്ടാവും. പക്ഷെ ടീച്ചറിലൂടെയാണ് നമ്മൾ മുൻകാലത്തുള്ള അധ്യാപകരിലൂടെയൊക്കെയാണ് ഈ ഒരു പ്രവർത്തന ശൈലിയൊക്കെ കാണാൻ പറ്റിയത്. അതിപ്പോൾ ഈ യാത്രയപ്പിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു പ്രകടനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ടീച്ചറുടെ ജീവിതത്തിൽ രാവിലെ 10 മണിക്ക് 9 മണിക്കല്ല, അതിന് മുന്നേ തന്നെ എത്തി 5:45 കൊയിലാണ്ടി ബസ്സിൽ പോകുന്ന ടീച്ചർ നമ്മളൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ആത്മാർത്ഥത, അതേമാതിരി ഒരു പരീക്ഷകൾ എല്ലാ കാര്യത്തിലും ടീച്ചർ നൽകിയ ആദരവും, നമ്മൾ അംഗൻവാടീനെ ചേർത്ത് പിടിക്കാൻ ഇവിടെയുള്ള എല്ലാ അധ്യാപകരും നമ്മളോട് കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് കഴിഞ്ഞു ടീച്ചറായിട്ടുള്ള. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഏതാനും അത് എൻ്റെ ഒരു ശൈലിയാണ്. ഞാനത് നിങ്ങളുടെ മുന്നിലും ടീച്ചറുടെ മുന്നിലും ഒരു സ്നേഹത്തോടു കൂടി അവതരിപ്പിക്കുകയാണ്. കാലങ്ങളേറെ കടന്നുപോയി, ഋതുരഥം മുന്നോട്ടുരുണ്ടു നീങ്ങി, ഓർക്കുവാനൊത്തിരി മധുരവുമായി പടിയിറങ്ങിടുവാൻ നേരമായി. കൈമാറി കൈമാറി കൈവന്ന ദീപശിഖ അറിവിൻ്റെ നെയ് പകർന്നുജ്വലിച്ചു. ഉന്നത ശ്രേണിയിൽ മിന്നുന്ന താരമായി ഈ കലാക്ഷേത്രം പ്രതിഷ്ഠ നേടി. കൈമാറി കൈമാറി വന്ന ദീപശിഖ അറിവിൻ്റെ നെയ് പകർന്നുജ്വലിച്ചു. ഉന്നത ശ്രേണിയിൽ മിന്നുന്ന താരമായി ഈ കലാക്ഷേത്രം പ്രതിഷ്ഠ നേടി. കർമ്മ വഴിയായി നേടിയെടുത്തൊരു മഹനീയ മേഖല ധന്യമായി. 1000 പൂർണ്ണചന്ദ്രസ്മിതം ദർശിച്ച പുണ്യവുമായി പടിയിറക്കം. കർമ്മ വഴിയായി നേടിയെടുത്തൊരു മഹനീയ മേഖല ധന്യമായി. 1000 പൂർണ്ണചന്ദ്രസ്മിതം ദർശിച്ച പുണ്യവുമായി പടിയിറക്കം.
കരങ്ങൾ കരുത്തരായി നന്മ വഴികളിൽ യാത്ര ചെയ്യൂ. ഏതൊരാൾ കൂട്ടവും സ്വന്തമാക്കിയിടുവാൻ ഓരോ വിളിയൊച്ച കാത്തു നിൽക്കും. ഒത്തിരി കുഞ്ഞു കരങ്ങൾ കരുത്തരായി നന്മ വഴികളിൽ യാത്ര ചെയ്യൂ. ഏതൊരാൾ കൂട്ടവും സ്വന്തമാക്കിയിടുവാൻ ഓരോ വിളിയൊച്ച കാത്തിരിക്കും. ഈ തൊഴിലിൻ്റെ നമ്മൾ അധ്യാപനം എന്നുള്ളൊരു തൊഴിലിൻ്റെ ഒരു മഹത്വം തന്നെയാണത്. കാരണം ഏതൊരു തിരക്കിൽ എവിടെ സ്ഥലത്ത് എത്തിപ്പെട്ടാലും ടീച്ചറെ എന്നുള്ളൊരു വിളി എവിടെയെങ്കിലും കേൾക്കും. ഒരു ബസ്സായിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലായിക്കോട്ടെ, ആ ഒരു പുണ്യം തന്നെയാണ് ടീച്ചർക്ക് എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. ടീച്ചറുടെ സഹായവും സഹകരണവും എന്നും ആ മനസ്സിലൊരു ഇടവും നമ്മളെ മക്കളെ വെച്ചിട്ട് അംഗനവാടിക്ക് വേണ്ടിയും ഈ നാടിന് വേണ്ടിയിട്ടും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസകൾ അർപ്പിക്കുന്നു ശ്രീമതി ഷബ്ന അനിൽ, PTA പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട അധ്യക്ഷ കക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP ഷീബ അവർ, ബഹുമാനിയായ ഉദ്ഘാടകൻ മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അനിത ടീച്ചർ, പ്രിയപ്പെട്ടവരെ, പ്രിയ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വാർഷികവും സർവീസിൽ നിന്ന് പിരിയുന്ന അനിത ടീച്ചർക്കുള്ള യാത്രയയപ്പ് ചടങ്ങുമാണ് ഇവിടെ നടക്കുന്നത്. വാർഷികത്തിനുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം യാത്രയയപ്പ് നൽകുന്ന അനിത ടീച്ചർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ, ടീച്ചർ പിരിയുന്ന ഈ വർഷം ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അടുത്തതായി ശ്രീമതി ഷെറീജ, MPTA ചെയർപേഴ്സൺ. ബഹുമാനപ്പെട്ട അധ്യക്ഷ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KK ഷീബ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, പ്രിയ കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ വാർഷികാഘോഷവും സർവീസിൽ നിന്ന് പിരിയുന്ന അനിത ടീച്ചർക്കുള്ള യാത്രയയപ്പ് യോഗത്തിനും എൻ്റെ പേരിലും PTA MPTA പേരിലും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രീമതി അനിത ടീച്ചറെ മറുമൊഴിക്കായി